ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിന്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ 7ാമത് ഓർമ്മ പെരുന്നാൾ ഓഗസ്റ്റ് മാസം 17 മുതൽ 24 വരെ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം കൊണ്ടാടി. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ പ്രാർത്ഥന, സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് ധ്യാന യോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും, ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനിയും അഭിമന്യ പിതാക്കന്മാരും സഹകാർമ്മികത്വവും വഹിച്ചു. മാർ അത്താനാസിയോസ് അനുസ്മരണ സമ്മേളനവും മെറിറ്റ് അവാർഡ് വിതരണവും ഓഗസ്റ്റ് 24 ഞായറാഴ്ച ചെങ്ങന്നൂർ ബദേൽ അരമനയിൽ നടത്തപ്പെട്ടു. നാനോ ടെക്നോളജി ഉത്തരവാദിത്വത്തോടെ വികസിപ്പിക്കണം. സമൂഹത്തിന്റെ സമഗ്ര തലങ്ങളെയും അതിശീഘ്രം സ്വാധീനിക്കുന്ന പുത്തൻ സമീപനമായ നാനോ ടെക്നോളജി ഉത്തരവാദിത്വത്തോടെ ധാർമ്മികമായും സുസ്ഥിരമായും വികസിപ്പിക്കണമെന്ന് മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് പറഞ്ഞു. നാനോ ടെക്നോളജിയുടെ സാധ്യതകളും വെല്ലുവിളികളും തിരിച്ചറിയുവാനും പൊതുസമൂഹത്തിന് പ്രയോജനകരമായ ഗവേഷണങ്ങൾ വളർത്തുവാനും കഴിയണം. ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ വേദശാസ്ത്ര സംവാദത്തിൽ നാനോ ടെക്നോളജിയും ധാർമ്മികതയും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്യൂവർ ഇന്റർനാഷണൽ ഇന്ത്യ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ജോർജ്, ഫാദർ ഡോക്ടർ ബിജേഷ് ഫിലിപ്പ്, പഴയ സെമിനാരി മാനേജർ ഫാദർ ജോബിൻ വർഗീസ്, ഡീക്കൻ സിറിൽ കെ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി രജത ജൂബിലി സമ്മേളനം നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രജത ജൂബിലി സമ്മേളനം ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് മാർ ഏലിയ ചാപ്പലിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ തിരുമേനി അധ്യക്ഷത വഹിച്ചു. ചികിത്സാ ഉപകരണങ്ങളുടെ വിതരണം കൊല്ലം ഭദ്രാസന അധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ഭദ്രാസന സെക്രട്ടറി ഫാദർ പി.ടി. ഷാജൻ, കോട്ടയം ദേവലോകം അരമന മാനേജർ യാക്കോബ് റമ്പാൻ, ഡാനിയൽ റമ്പാൻ, രജത ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഫാദർ കെ.വൈ. വിൽസൺ, ചാപ്പൽ മാനേജർ ഫാദർ സാമുവൽ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജൂറിസ്റ്റ് കോൺ 2025 നടത്തപ്പെട്ടു. മലങ്കര സഭയുടെ എറണാകുളം PR സെന്റർ സംഘടിപ്പിച്ച എറണാകുളം ജില്ലാ കർമ്മ മേഖലയായിരിക്കുന്ന നിയമവിദഗ്ധരായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാംഗങ്ങളുടെ കൂട്ടായ്മ പാലാരിവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഓഗസ്റ്റ് 24 ഞായറാഴ്ച നടത്തപ്പെട്ടു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി ഭദ്രാസനാധിപൻ അഭിമന്യ യുഹാനോൻ മാർ പോളികാർപ്പസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. ജൂറിസ്റ്റ് കോൺ 2025 ലീഗൽ കോൺഫറൻസിൽ ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സഭാംഗം റിട്ടയർഡ് ജസ്റ്റിസ് കെ സുരേന്ദ്ര മോഹനെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ആദരിച്ചു. മലങ്കര സഭാ മക്കളായ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന അഭിഭാഷകരെ ലീഗൽ കോൺഫറൻസിൽ വെച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ആദരിച്ചു. അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, ഇടവക വികാരി ഫാദർ ജിറ്റു കെ ഡാനിയൽ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ഫാദർ സൈമൺ ജോസഫ് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. റൂബി ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനം രൂപീകൃതമായതിന്റെ 40ാം വാർഷിക ഉദ്ഘാടനം നിർവഹിച്ചു. സുൽത്താൻ ബത്തേരി ഭദ്രാസന ആസ്ഥാനത്ത് പൗരസ്ത്യ കാതോലിക്കായും
മലങ്കര മെത്രാപ്പൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ റൂബി ജൂബിലി ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ റൂബി ജൂബിലിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ഭദ്രാസനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാരുണ്യസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന 4 വീടുകളുടെ താക്കോൽ ദാനവും നടന്നു. ചടങ്ങിൽ കൽപ്പറ്റ നിയോജക മണ്ഡലം MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് മുഖ്യ സന്ദേശം നൽകി ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്കമാലി ഭദ്രാസനാധിപൻ അഭിവന്യ യൂഹാനോൻ മാർ പോളികാർപ്പസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും സഭാ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ബിജു ഉമ്മൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേബി ജോൺ, റൂബി ജൂബിലി ജനറൽ കൺവീനർ ഫാദർ ജോസഫ് പി വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. 40 കർമ്മ പദ്ധതികളാണ് ജൂബിലിയോട് അനുബന്ധിച്ച് നടപ്പിലാക്കുന്നത്. സമ്മേളനത്തിൽ ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരും വിശ്വാസികളും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു. ചാരുമൂടിന്റെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് പുതിയ പ്രതീക്ഷകൾ നൽകി പരുമല മെഡിക്കൽ സെന്റർ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഉദ്ഘാടനം നിർവഹിച്ചു. നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് 24/7 ഫാർമസി, 24/7 ലബോറട്ടറി, 24/7 കാഷ്വാലിറ്റി, റേഡിയോളജി എന്നീ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും നടത്തപ്പെട്ടു. ഓർത്തഡോക്സ് സഭാ വിശ്വാസിയുടെ സംസ്കാര ചടങ്ങിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകരുതെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം. സഭാ തർക്കം നിലനിൽക്കുന്ന മലങ്കര സഭയുടെ ഓടേക്കാലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗം PG ഇട്ടീരയുടെ സംസ്കാര ചടങ്ങിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുതെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം. സംസ്കാര ചടങ്ങുകൾ മലങ്കര ഓർത്തഡോക്സ് സഭ ആചാരപ്രകാരം നടത്താം. 28 വ്യാഴാഴ്ച രാവിലെ 11-നും 3 മണിക്കുമിടയിൽ ചടങ്ങുകൾ നടത്താമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്നുള്ള 3 ദിവസങ്ങൾ ആരാധനയും നടത്താം. ചടങ്ങുകളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് കുറുപ്പുംപടി SHO ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. അന്തരിച്ച PG ഇട്ടീരയുടെ മകൻ PA വത്സലൻ, ഓടേക്കാലി പള്ളിയുടെ നിയമാനുസൃത വികാരി ഫാദർ ബിൻസൺ സണ്ണി എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് N നഗരേഷിന്റെ ഉത്തരവ്. ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ PG ഇട്ടീരയുടെ സംസ്കാര ശുശ്രൂഷ പള്ളിയുടെ നിയമാനുസൃത വികാരി ഫാദർ ബിൻസൺ സണ്ണി, ഫാദർ തോമസ് പോൾ റമ്പാൻ, ഫാദർ തോമസ് വർഗീസ്, ഫാദർ എൽദോ ഏലിയാസ്, ഫാദർ പോൾ എബ്രഹാം, ഫാദർ KK മാർക്കോസ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. വ്യാജ പ്രചാരണം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പോലീസിൽ പരാതി നൽകി. പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അധ്യക്ഷൻ പ്രതികരിച്ചു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യാജ പേജിനെതിരെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പോലീസിൽ പരാതി നൽകി. മലങ്കര സഭ വിശ്വാസികൾ നടത്തുന്ന ഓർത്തഡോക്സ് വിശ്വാസ സംരക്ഷകൻ OVS എന്ന പേജിനോട് ഒറ്റ നോട്ടത്തിൽ സാമ്യം തോന്നുന്ന വ്യാജ പ്രൊഫൈലാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. റിലീജിയസ് ഓർഗനൈസേഷൻ എന്ന പേജിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചില സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മലങ്കര സഭ തർക്കത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി അംഗീകരിക്കാതെ മുന്നോട്ടു പോകുന്ന ആളുകളായിരിക്കാം ഇതുപോലെയുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ. ഇത്തരം കൃമികീടങ്ങൾ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കും. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വിരോധവും സൃഷ്ടിച്ച് കലാപമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർ നടത്തുന്നത്.
ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുന്നത്. മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര രൂപത അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലിത്ത മലങ്കര സഭയുടെ മാവേലിക്കര ഭദ്രാസന ആസ്ഥാനമായ തെയോ ഭവൻ അരമന സന്ദർശിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാവേലിക്കര ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിമന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രത്യാശ കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പാസ്റ്ററൽ കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. വ്യത്യസ്ത മേഖലകളിൽ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് സ്വയം മനസ്സിലാക്കി കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നതിനും സങ്കീർണമായ ലോകത്ത് മറ്റുള്ളവർക്ക് ഉത്തമ സുഹൃത്തും വഴികാട്ടിയുമായി തീരുന്നതിനും ഈ കോഴ്സ് പ്രയോജനപ്പെടുത്താം. കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കോഴ്സ് ഡ്യൂറേഷൻ 2025 ഒക്ടോബർ മുതൽ 2026 ഫെബ്രുവരി വരെയാണ്. ക്ലാസ് ടൈം എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 മണി മുതൽ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കും. കോഴ്സ് ഫീസ് 7000 രൂപയാണ്. രജിസ്ട്രേഷനിലുള്ള അവസാന തീയതി 2025 സെപ്റ്റംബർ 15 കൂടുതൽ വിവരങ്ങൾക്ക് 9495 925518 9657 874641 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭോപ്പാൽ സുഭാഷ് കോളനിയിലുള്ള MGM കോഎഡ് സ്കൂളിന്റെ പുതിയ നില 2025 ഓഗസ്റ്റ് 23 അഭിമന്യ അലക്സിയോസ് മാർ യൗസേബിയസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ MJ മാത്യു, ഫാദർ ഷാജി P ജോഷ്വ, ഫാദർ ജിജിൻ സാം ജെയിംസ്, ഫാദർ ജോയൽ മാത്യു, ലോക്കൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീമതി അന്നമ്മ മാത്യുവും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സെന്റ് ഡയനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് SDOF ഏകദിന നേതൃത്വ സമ്മേളനവും ഭദ്രാസന ഭാരവാഹികൾക്കുള്ള ഏകദിന സെമിനാറും പാമ്പാടി ദയറയിൽ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ് കോറോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനം പ്രസിഡന്റ് അഭിമന്യ ഗീവർഗീസ് മാർ പീലക്സീനോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ബിജു T മാത്യു, കേന്ദ്ര ജനറൽ സെക്രട്ടറി ഷിബു K എബ്രഹാം, കേന്ദ്ര ട്രഷറർ ഉമ്മൻ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ യുഹാനോൻ മാർ ദിയസ് കോറസ് മെത്രാപ്പോലിത്ത, ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, ഡോക്ടർ വർഗീസ് പുന്നൂസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ദേവലോകം മാർ ബെസേലിയോസ് പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച ബെസേലിയൻ വാക്കത്തോൺ ജില്ലാ കളക്ടർ ശ്രീ ചേതൻ കുമാർ മീന IAS കഞ്ഞിക്കുഴിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ദേവലോകം മാർ ബെസേലിയോസ് പബ്ലിക് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സജി യോഹന്നാൻ, പ്രിൻസിപ്പൽ നിനി എബ്രഹാം എന്നിവർ സന്നിഹിതരായിരുന്നു. മാനവികതയുടെ ശങ്കുലി ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റേതുമാണെന്ന് പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ അഡോണി T ജോൺ പറഞ്ഞു. ഓർമ്മയും പ്രത്യാശയും പകരുന്ന ഓണാഘോഷങ്ങളിൽ സാഹോദര്യവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തണം. ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബർസാർ ഫാദർ ഡോക്ടർ നൈനാൻ K ജോർജ്, ഫാദർ KV ഏലിയാസ്, ഫാദർ ഡോക്ടർ മാത്യു വർഗീസ്, റെവറൻഡ് ഡീക്കൻ ലിബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.